ഹായ് ഫ്രണ്ട്സ്, HSC ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. SCERT NCERT ബേസ്ഡ് ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. HSC ഫിസിക്കൽ സയൻസിൻ്റെ മൊഡ്യൂൾ 1 പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് ഇന്ന് ആരംഭിക്കുന്നത്. ബേസ് തൊട്ട് കാര്യങ്ങൾ പഠിച്ചു പോകേണ്ടതുണ്ട്. ഇന്നത്തെ ടോപ്പിക്ക് മോഷൻ അഥവാ ചലനം. എന്താണ് മോഷൻ അഥവാ ചലനം? സമയത്തിനനുസരിച്ചോ ചുറ്റുപാടിനപേക്ഷിച്ചോ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനാവസ്ഥയിലാണ് എന്ന് പറയാം. അപ്പോൾ സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് ചലനം എന്ന് പറയുന്നത്. ചലനവുമായി ബന്ധപ്പെട്ട രണ്ട് ബ്രാഞ്ചസ് ആണ് കൈനമാറ്റിക്സും ഡൈനാമിക്സും. കൈനമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത് ചലനത്തെക്കുറിച്ചാണ്. എന്നാൽ ചലനത്തിന് നിദാനമായ ബലങ്ങളെക്കുറിച്ച് യാതൊന്നും പ്രതിപാദിക്കുന്നില്ല. ഡൈനാമിക്സിൽ ചലനത്തെക്കുറിച്ചും ചലനത്തിന് നിദാനമായ ബലങ്ങളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. SCERT 8ാം ക്ലാസ്സിലെ ചലനം എന്ന പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ്. പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുന്ന പശുവിൻ്റെ പുറത്തിരിക്കുന്ന ഒരു കാക്കയുടെ ചിത്രം. പശുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് പുറത്തിരിക്കുന്ന കാക്ക നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ തറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പശുവും കാക്കയും ചലനാവസ്ഥയിലാണ്. അല്ലേ? ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ ഒരു വസ്തുവിനെ അടിസ്ഥാനമാക്കി എടുക്കേണ്ടതുണ്ട്. ആ വസ്തുവിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുന്ന പശുവിൻ്റെ പുറത്തിരിക്കുന്ന കാക്ക പശുവിനെ അവലംബക വസ്തുവായി എടുക്കുമ്പോൾ കാക്ക നിശ്ചലാവസ്ഥയിലാണ്, പശുവിൻ്റെ പുറത്തിരിക്കുകയാണ്, നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ തറയെ അവലംബക വസ്തുവായി എടുക്കുമ്പോൾ പശുവും കാക്കയും രണ്ടും ചലനാവസ്ഥയിലാണ്. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനത്തിലാണ്. സ്ഥാനം മാറുന്നില്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിലെ യാത്രക്കാരൻ ബസ്സിനെ അപേക്ഷിച്ച് അതിലെ യാത്രക്കാരൊക്കെ നിശ്ചലാവസ്ഥയിലാണ്, ഇരിക്കുകയാണ്. ബസ്സിനെ അപേക്ഷിച്ച് യാത്രക്കാർ നിശ്ചലാവസ്ഥയിലാണ്. റോഡിനെ അപേക്ഷിച്ച്, അപ്പോൾ റോഡിൽ നിന്ന് മറ്റൊരാൾ ആ ബസ്സിനെ നോക്കുമ്പോൾ ബസ്സും അതിലിരിക്കുന്ന യാത്രക്കാരും ചലനാവസ്ഥയിലാണ്. മേഞ്ഞു നടക്കുന്ന പശുവിൻ്റെ പുറത്തിരിക്കുന്ന കാക്ക പശുവിനെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലും തറയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലുമാണ്. വയൽ വരമ്പത്ത് നിൽക്കുന്ന കുട്ടി തറയെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ സൂര്യനെ അപേക്ഷിച്ച് ഭൂമിയും ആ കുട്ടിയും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി അപ്പോൾ സൂര്യനെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണ്. കറങ്ങുന്ന മേശമേലിരിക്കുന്ന പുസ്തകം, ഒരു പുസ്തകം മേശയുടെ മുകളിലുണ്ട്, മേശ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മേശയെ അപേക്ഷിച്ച് പുസ്തകം നിശ്ചലാവസ്ഥയിലാണ്, പക്ഷെ തറയെ അപേക്ഷിച്ച് പുസ്തകം ചലനാവസ്ഥയിലാണ്. അടുത്തത് ദൂരവും സ്ഥാനാന്തരവും, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഹോസ്പിറ്റൽ വഴി എത്തിച്ചേരുന്ന ഒരു പിക്ചർ, SCERTയിലൊരു പിക്ചർ ഇവിടെ കൊടുക്കുന്നു. അപ്പം ആ വ്യക്തി വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്തിച്ചേരാനെടുത്ത ദൂരം 300 മീറ്റർ പ്ലസ് 600 മീറ്റർ 900 മീറ്ററാണ്. തിരിച്ച് ഓഫീസിൽ നിന്ന് റേഷൻ കട വഴി വീട്ടിലെത്തിച്ചേരാനെടുത്ത ദൂരം 420 പ്ലസ് 660 മീറ്ററാണ്. അതായത് ഒരു വ്യക്തി സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തെയാണ് അതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. എന്നാൽ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്തിച്ചേരാനെടുത്ത നേർരേഖാ ദൂരം, അതായത് ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് 480 മീറ്റർ, നേർരേഖാ ദൂരത്തെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അതായത് ആദ്യ സ്ഥാനത്ത് നിന്ന്
അന്ത്യസ്ഥാനത്തിലേക്ക് എത്താനുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഇതിന് ദിശയും പരിമാണവുമുണ്ട്. പരിമാണം എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ്. ഇതിന് ദിശയും പരിമാണവുമുണ്ട്. യൂണിറ്റ് മീറ്ററാണ്. ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ് മീറ്റർ തന്നെയാണ്. വീട്ടിൽ നിന്ന് അയാൾ ഓഫീസിലേക്കും തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും എത്തുമ്പോൾ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും വീട് തന്നെയാണ്. അപ്പോൾ അവിടെ സ്ഥാനാന്തരം 0. സ്ഥാനാന്തരം 0 ആവാം, പക്ഷേ ദൂരം ഒരിക്കലും 0 ആവില്ല. സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ പരിമാണത്തോടൊപ്പം ദിശ കൂടി സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. ഇത്തരത്തിൽ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെ ഒരു പേര് പറയും സദിശ അളവുകൾ ഓർ വെക്റ്റർ ക്വാണ്ടിറ്റി. സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെ അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. ദൂരം ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഒരു വസ്തു നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കും. സ്ഥാനാന്തരം ഒരിക്കലും ദൂരത്തേക്കാൾ കൂടുതൽ ആവുകയും ഇല്ല. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് ചലനം, എന്താണ് അവലംബക വസ്തു, ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം എന്നിവയാണ്. ബാക്കിയുള്ള ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.